രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് AU സ്മാൾ ഫിനാൻസ് ബാങ്ക്. AU സ്മാൾ ഫിനാൻസ് ബാങ്ക് ഇന്ന് 4.6% ഇടിഞ്ഞ് 628 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 813, 52 വീക്ക് ലോ 583, 46,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 27, ഡിവിഡൻഡ് yield 0.16%. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 8%-നടുത്ത് നെഗറ്റീവ് റിട്ടേണും ഇയർ ടിൽ ഡേറ്റിൽ 20%-ഓളം സ്റ്റോക്ക് കറക്റ്റ് ആവുകയും ചെയ്തു. AU സ്മാൾ ഫിനാൻസ് ബാങ്ക് ഒരു സമയത്ത് 800 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്നതും അതുപോലെ തന്നെ ഉയർന്ന വാല്യൂഷനിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതുമായ ഒരു സ്റ്റോക്കാണ്. കമ്പനിയുടെ വാല്യൂഷനിൽ സിഗ്നിഫിക്കൻ്റ് കറക്ഷൻ വന്നു. പ്രൈസ് ടു ബുക്ക് റേഷ്യോ നോക്കുകയാണെങ്കിൽ അവിടെയും മികച്ച രീതിയിലുള്ള കറക്ഷൻ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. AU സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. AU സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റി ഡിറ്റോറിയേറ്റ് ആയിട്ടുണ്ടെങ്കിലും ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 29% വർദ്ധിക്കുകയും അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുകയും ചെയ്തതാണ്. ബ്ലൂംബർഗ് 484 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 502 കോടി രൂപയുടെ സ്റ്റാൻഡ് ലോൺ നെറ്റ് പ്രോഫിറ്റ് കമ്പനി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 54% വർദ്ധിച്ച് 1921 കോടിയായി മാറി. ഗ്രോസ് NPA 1.67%-ൽ നിന്നും 1.78%-ലേക്കും നെറ്റ് NPA 0.5%-ൽ നിന്നും 0.63%-ലേക്കും ഉയർന്നിട്ടുണ്ട്. അസറ്റ് ക്വാളിറ്റി ഡിറ്റോറിയേറ്റ് ആയി എന്നുള്ളത് ഒരു പ്രധാന കൺസേൺ തന്നെയാണ്. അതേസമയം പ്രൊവിഷൻ എമൗണ്ട് ഇയർ ഓൺ ഇയറിൽ 870%-വും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 140%-വുമായി ബാങ്ക് ഉയർത്തിയിട്ടുണ്ട്. പ്രൊവിഷൻ കവറേജ് റേഷ്യോ 84%-നടുത്ത് രേഖപ്പെടുത്തി. ബാങ്കിലെ ഡെപ്പോസിറ്റ് 97,704 കോടിയിൽ നിന്നും 97,290 കോടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റീറ്റെയിൽ ഡെപ്പോസിറ്റിലും കുറവ് വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് കോസ്റ്റ് 1.15%-മായി രേഖപ്പെടുത്തുകയും ചെയ്തു. മൈക്രോ ഫിനാൻസ് സെഗ്മെൻറ്റിൽ കമ്പനി 10%-ഓളം വളർച്ച ഈ ക്വാർട്ടറിൽ കൈവരിച്ചു. കാസ റേഷ്യോ 33%-നടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്കിൻ്റെ അഡ്വാൻസ് 3.4% വർദ്ധിച്ച് 99,792 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചു. കൂടാതെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള കമ്പനിയുടെ ഗ്രോത്ത് ഗൈഡൻസ് 5.7 മുതൽ 5.8%-നടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. AU സ്മാൾ ഫിനാൻസ് ബാങ്ക് എന്ന സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഒരു സമയത്ത് 800 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്കിൽ ഡബിൾ ടോപ്പ് രീതിയിലുള്ള ബിയറിഷ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുകയും സ്റ്റോക്ക് 580 രൂപ വരെ ഇടിയുകയും ചെയ്തു. 580 രൂപയിൽ നിന്നും സ്റ്റോക്ക് ഒരു പോസിറ്റീവ് ട്രെൻഡാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഹയർ ഹൈ ഹയർ ലോ എന്ന രീതിയിലുള്ള ട്രെൻഡ്. ഈ ട്രെൻഡിൻ്റെ തന്നെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് സ്റ്റോക്ക് ലഭിക്കുന്നു. 625 രൂപ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാവുന്ന ഒരു പ്രൈസ് തന്നെയാണ്. അതേസമയം ഷോർട്ട് ടൈമിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർ 600 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമത്തെ അപ്ഡേറ്റ് മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 2% ഉയർന്ന് 579 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 722, 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ ഡിസ്കൗണ്ടിൽ അല്ലെങ്കിൽ സപ്പോർട്ട് പ്രൈസിനടുത്ത് ലഭിക്കുന്നു. ഒരു മാസം കൊണ്ട് 8%-നടുത്ത് നെഗറ്റീവ് റിട്ടേൺ നൽകിയ സ്റ്റോക്ക് 2024 മാത്രം 84%-നടുത്ത് റിട്ടേണും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 196%-നടുത്ത് റിട്ടേണും നൽകി. മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 67% വർദ്ധിച്ച് 526 കോടിയിൽ നിന്നും 883 കോടിയിലേക്ക് ഉയർന്നു. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 1,501 കോടിയിൽ നിന്നും 2,312 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിൽ 54% വളർച്ച കൈവരിച്ചു. എബിറ്റ 66% വർദ്ധിച്ച് 837 കോടിയിൽ നിന്നും 1,392 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 55.8%-ൽ നിന്നും 60.2%-ലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി കമ്പനിയുടെ വെൽത്ത് മാനേജ്മെൻറ്റ് ബിസിനസ് പരിശോധിച്ചാൽ അവിടെ 42% വളർച്ച വെൽത്ത് മാനേജ്മെൻറ്റ് സെഗ്മെൻറ്റിൽ കമ്പനി നേടി. വെൽത്ത് മാനേജ്മെൻറ്റ് ബിസിനസ്സിലെ റവന്യൂ 530 കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 69% വർദ്ധിച്ച് 177 കോടിയായി ഉയരുകയും വെൽത്ത് മാനേജ്മെൻറ്റിലെ ടോട്ടൽ അസറ്റ് അണ്ടർ അഡ്വൈസ് 105% വർദ്ധിച്ച് 2,65,113 കോടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ 42%-ഓളം വളർച്ച കമ്പനിക്ക് കൈവരിക്കാനും സാധിച്ചു. മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റ് പെർഫോമൻസ് നോക്കിയാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 57 കോടിയിൽ നിന്നും 134 കോടിയിലേക്ക് ഉയർന്നു. കൂടാതെ ടോട്ടൽ അസറ്റ് സൈസ് 5,369 കോടിയായി മാറുകയും ചെയ്തു.
അസറ്റ് ആൻഡ് പ്രൈവറ്റ് വെൽത്ത് മാനേജ്മെൻറ്റ് സെഗ്മെൻറ്റിൽ കമ്പനി ഇയർ ഓൺ ഇയറിൽ 32% വളർച്ച കൈവരിച്ചു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 30% വളർച്ചയാണ് കൈവരിച്ചത്. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ്, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് വഴിയുള്ള റവന്യൂ 70% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 87,580 കോടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കമ്പനിയുടെ നെറ്റ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് നെറ്റ് ക്യാഷ് ഫ്ലോയായി മാറി. മോത്തിലാൽ ഒസ്വാൾ മികച്ച ക്വാർട്ടർലി റിസൾട്ടാണ് കാഴ്ചവെച്ചത്. കൂടാതെ സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 500-520 എന്ന റേഞ്ച് സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ടുള്ള റേഞ്ചാണ്. അവിടെ നിന്ന് സ്റ്റോക്ക് 579 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 700, 510, 500 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്